ഒരാഴ്ച എന്ന് പറഞ്ഞ് ബാംഗ്ലൂരിൽ പോയ സിദ്ധുവും കിരണും തിരിച്ചു വന്നത് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ്. തിരിച്ചുള്ള യാത്രയിൽ സിദ്ധു പതിവിലും സൈലൻ്റ് ആയിരുന്നു. നീ കാര്യമോർത്ത് ഇങ്ങനെ ടെൻഷനാകേണ്ട കാര്യമില്ല സിദ്ധു. എന്തായാലും ഈ സമയം സച്ചിയോടൊന്നും പറയാൻ നിൽക്കണ്ട. അവൾക്ക് 7-ാം മാസം ആയില്ലേ. വെറുതെ ടെൻഷൻ കൂടിയ അത് കുഞ്ഞിനെ ബാധിക്കും. ഡെലിവറി എല്ലാം കഴിഞ്ഞ് സമാധാനത്തോടെ പറഞ്ഞാൽ മതി. പിന്നെ എന്നായാലും സച്ചി എല്ലാം അറിയും. അത് നീ പറഞ്ഞു തന്നെ അറിയാവുന്നത് നല്ലതാണ്. മറ്റൊരാൾ വഴി അറിഞ്ഞ എന്തുകൊണ്ട് നീ അവളിൽ നിന്നെല്ലാം മറച്ചു വെച്ചു എന്നൊരു ചോദ്യം വരും. നിനക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ആ കിച്ചുവേട്ട, മനസ്സിലായി. എന്തായാലും ഡെലിവറി കഴിയട്ടെ, ഞാൻ പറയും. വെറുതെ റിസ്ക് എടുക്കാൻ വയ്യ. പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് സച്ചിയുടെ വീട്ടിലേക്ക് പോകുമോ അതോ? അവളുടെ അമ്മ വിളിച്ചിട്ടുണ്ട്, പക്ഷേ എവിടെയും പോകുന്നില്ല. സച്ചിയോട് അവർക്ക് സ്നേഹമുണ്ടെങ്കിലും ഞാനുമായി അത്ര നല്ല കണക്ഷൻ അല്ലല്ലോ. കാണുമ്പോൾ സംസാരിക്കും എന്നല്ലാതെ മോനെ എന്നുള്ള പരിഗണന ഒന്നുമില്ല. അങ്ങനെയുള്ള വീട്ടിൽ എന്നും ഞാൻ കുഞ്ഞിനെ കാണാൻ പോകുന്നത് തന്നെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇവരെ ആരെയും നോക്കിയില്ലല്ലോ സച്ചു പ്രഗ്നൻ്റ് ആയത്. ഞാനൊരു ചേച്ചി ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവർ വന്ന് നോക്കും 2 മാസം അവളെയും കുഞ്ഞിനെയും. അവൾക്ക് എന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയോ നീ? അതെല്ലാം വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരാഴ്ച എന്ന് പറഞ്ഞു പോയിട്ട് 2 ആഴ്ചയായില്ലേ. അതിൻ്റെ പിണക്കം മാറ്റാൻ ഞാൻ കുറേ പാടുപെടും. കിച്ചു ചേട്ടന് പിന്നെ സുഖല്ലേ? ചേച്ചിയൊന്നും പറയില്ലല്ലോ. ശരിയാ, ഒന്നും പറയില്ല. അവളുടെ കൈയായിരിക്കും പ്രവർത്തിക്കുന്നത്. കയ്യിൽ കിട്ടുന്നത് കൊണ്ട് എറിയും ആ പെണ്ണ്. ഇപ്പോൾ തന്നെ എൻ്റെ 2 ട്രോഫി ആ വീട് തിരിച്ചു വെച്ച് കാണും. ആഹാ, ഒരേ വണ്ടിയിലെ യാത്രക്കാരെ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ചെറുചിരിയോടെ സിദ്ധു പറഞ്ഞതും അതേന്ന രീതിയിൽ കിച്ചുവും ചിരിച്ചു. വീട്ടിലേക്ക് വന്നിറങ്ങിയപ്പോൾ തന്നെ സിദ്ധു കാണുന്നത് ബലൂൺ പോലെ മുഖം വീർപ്പിച്ചിരിക്കുന്ന സാക്ഷിയാണ്. കൂടെ തന്നെ വിച്ചു ലാപ്പിൽ വർക്ക് ചെയ്യുന്നു. സിദ്ധു അകത്തേക്ക് കയറിയതും സാക്ഷിയൊന്നും മിണ്ടാതെ റൂമിൽ കയറിക്കിരുന്നു. എന്താടാ നിന്റെ അമ്മാളവൻ്റെ മുഖം ഒരു കുത്തുകൊടുത്ത ഇപ്പൊ പൊട്ടുവല്ലോ. റൂമിൽ ഒലക്ക എന്തെങ്കിലും അവൾ എടുത്തു വെച്ചിട്ടുണ്ടോ? ഒലക്കൊന്നുമില്ല, പുതിയ പൗഡർ ടിന്നുണ്ട്. അതുകൊണ്ട് അടി കിട്ടാതെ നോക്കിയാൽ മതി. ഒരാഴ്ച എന്ന് പറഞ്ഞു പോയിട്ട് ഇത്ര ദിവസമായില്ലേ. അതിൻ്റെ വിഷമമാണ് അമ്മാളവിന്. ആദ്യമൊന്നും ഉറക്കില്ലായിരുന്നു. ഫുഡ് കഴിച്ചതൊക്കെ കണക്കാ. പോയി കിട്ടുന്നത് വാങ്ങിച്ചോ. ഒന്നിനും ഞാൻ ഉത്തരവാദിയല്ല. സ്നേഹമില്ലാത്ത അനിയൻ. അങ്ങോട്ട് മോറ് നിൽക്കണം മിസ്റ്റർ. പിന്നെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കാറിൻ്റെ പുറകിലുണ്ട്, പോയി എടുത്തോളണം. 2 പേർക്കുള്ളതുണ്ട്. പിന്നെ ഗോപു പോയല്ലേ, അവളെന്നെ വിളിച്ചായിരുന്നു. നീ എന്തെങ്കിലും പറഞ്ഞു ആ പാവത്തിനെ? ഞാൻ ആരെയൊന്നും പറഞ്ഞില്ല. എല്ലാം സ്വന്തം ഇഷ്ടമല്ലേ. അവിടെ മറ്റുള്ളവർ പറയുന്നത് എന്തൊരു പ്രസക്തി. അവൾ ഹോസ്റ്റലിൽ പോകുക എന്ന് പറഞ്ഞു പോയി, അത്രേ ഉള്ളൂ. അല്ലാതെ എന്നോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എന്തായാലും കോളേജിൽ അവളെ ഒന്ന് ശ്രദ്ധിക്കണേ. ആദ്യത്തെ കാര്യം പെണ്ണിന് മലയാളം പോലും നന്നായി അറിയില്ല. പിന്നെ ഇവിടെ എങ്ങനെയാണെന്നും ശനിയും ഞായറും ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. വന്ന ഉടനെ ആ പെണ്ണിൻ്റെ കാര്യം പറഞ്ഞു നിൽക്കാതെ അകത്ത് പിണങ്ങിപ്പോയ ആളിനെ പോയി നോക്ക് മനുഷ്യ. അല്ലെങ്കിൽ പിന്നെ അത് മതി പിണക്കം കൂട്ടാൻ. ഓ, ഞാൻ പോയി കിട്ടാനുള്ളതെല്ലാം വാങ്ങി വരാം. എണ്ണ തോണിയിൽ മുങ്ങിക്കുളിക്കേണ്ടി വരുമോ ആവോ? എന്താ തെച്ചുവേട്ട ഇത്ര ആലോചന? നാളെ ഓഫീസിൽ പോകണ്ടേ? രാത്രിയിൽ മുറ്റത്തുനിന്ന് ദീക്ഷിതിനെ തിരക്കി വന്നതായിരുന്നു ആരും. ഒന്നുമില്ല, ഞാൻ വെറുതെ വീട്ടിലെന്താ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും? ഏയ് അതല്ല, അച്ഛനിപ്പോൾ പണ്ടത്തെ പോലെ ആക്റ്റീവല്ല എന്ന് അമ്മയ്ക്ക് പരാതി. ഓഫീസിൽ പോയി വന്നാൽ പിന്നെ എവിടെയെങ്കിലും ഒരിടത്ത് എന്തെങ്കിലും ആലോചിച്ചിരിക്കും പോലും. അമ്മയോട് പോലും ആവശ്യത്തിന് മാത്രം സംസാരം. ഇടയ്ക്ക് കുഞ്ഞിക്ക് സുഖാണോ എന്ന് ചോദിക്കു പോലും. പിന്നെ നമ്മുടെ കാര്യവും. ഇനിയും വാശി വേണോ ഏട്ടാ? നമുക്ക് തിരിച്ചു പോകാം. സച്ചി ഡെലിവറി കഴിഞ്ഞ് അവിടേക്ക് വരട്ടെ. അതല്ലേ നാട്ടു നടപ്പും. ഞാൻ നോക്കാം അവളെ. നിനക്ക് തോന്നുന്നുണ്ടോ ആരും സിദ്ധു അവളെ വിടുമെന്ന്? എന്താ വിടാതിരിക്കാൻ? സിദ്ധുവേട്ടന് എന്തൊക്കെ പറഞ്ഞാലും ശരി, പ്രസവം കഴിഞ്ഞ ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ ആവശ്യം അമ്മയെയാണ്. പണം കൊടുത്ത ആളെ നിർത്തിയ അവർ വേണ്ടത് എന്തും ചെയ്തു കൊടുക്കുമെന്ന് എനിക്കും അറിയാം. പക്ഷേ അമ്മയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചേർക്കും, സ്നേഹം. ആ സ്നേഹത്തിന് പകരം ഈ ലോകത്ത് വേറൊന്നുമില്ല. എനിക്കറിയാം അവളോടിടയ്ക്ക് അമ്മ അകൽച്ച കാണിച്ചിരുന്നു. പക്ഷേ ഇന്ന് അതിൽ അമ്മ വിഷമിക്കുന്നുണ്ട്. തെറ്റു തിരുത്താൻ ഒരവസരം കൊടുത്തൂടെ? ഇതിന് ഞാൻ എന്താ പറയുക പെണ്ണെ? അവനല്ലേ തീരുമാനിക്കേണ്ടത്. നമുക്ക് പറയാനല്ലേ പറ്റൂ. ഈ കാര്യത്തിൽ ദച്ചുവേട്ടൻ ഇങ്ങനെ പാവാകരുത്. പറയാനുള്ളത് സ്ട്രോങ് ആയി തന്നെ പറയണം. അച്ഛനും അമ്മയും ഇപ്പം തന്നെ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അവളുടെ കുഞ്ഞിനെ കണ്ടെങ്കിലും ഹാപ്പി ആകട്ടെ. ഓരോ ദിവസം കഴിയുമ്പോഴും പ്രായം കൂടുവാണ്. അത് നമ്മൾ ഓർക്കണം. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്.
ഞാൻ എന്തായാലും സിദ്ധുവിനോട് പറയാം. ഇനി അവനൊട്ടും സമ്മതിച്ചില്ലെങ്കിൽ ഇവിടേക്ക് കൊണ്ടുവരാം, നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ. എൻ്റെ നാത്തൂനെ നോക്കുന്നതിൽ എനിക്കെന്ത് ബുദ്ധിമുട്ട്? ഇത്ര നാളും ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിച്ചിരുന്നു? ഭദ്രകാളി പോലെ അർപ്പിത ചോദിച്ചതും ദീക്ഷിത് അവളെ നോക്കി ചിരിച്ചു കാണിച്ചു. കൂടുതൽ ചിരിപ്പിച്ച് സോപ്പിടേണ്ട, മര്യാദക്ക് നാളെ പോയി സംസാരിക്കണം. പിന്നെ അച്ഛനോടും അമ്മയോടും ഇവിടെ വന്ന് നിൽക്കാനും പറയണം. അവർ ആ വീട് വിട്ട് ഇവിടെ വരില്ല എന്നറിയാം, പക്ഷേ വിളിക്കേണ്ട മര്യാദ നമുക്കുണ്ട്. നീ അച്ഛൻ്റെയും അമ്മയുടെയും തന്നെ മോളാണ് ആരു. ദേ മനുഷ്യ, ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ. ഞാനൊരു അനാഥയാണ്. എന്തേ? ഒന്നുമില്ലേ. നിന്റെ അച്ഛനും അമ്മയോ എങ്ങനെ എൻ്റെ കുഞ്ഞിക്ക് പണിയാമെന്ന് ആലോചിക്കുന്നു. നീയാണെങ്കിൽ അവളെ ചേർത്ത് പിടിക്കുന്നു. അതുകൊണ്ട് ചോദിച്ചതാ. സച്ചു എൻ്റെ ചേട്ടൻ്റെ ഭാര്യയായിട്ട് വരുന്നത് ഞാൻ എന്ത് സ്വപ്നം കണ്ടിരുന്നു എന്ന് അറിയുമോ ദിച്ചുവേട്ടന്? നിറഞ്ഞു വന്ന് കണ്ണുകൾ തുടച്ച് ആരു പറഞ്ഞതും ദീക്ഷിത് വല്ലാതെയായി. ആരു, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല ദിച്ചുവേട്ട. ഓർമ്മ വെച്ച നാളു മുതൽ ഞാനും സച്ചിയും എന്തിനും ഒരുമിച്ചാണ്. അവളോട് എൻ്റെ അമ്മ സംസാരിക്കാറില്ലായിരുന്നുവെങ്കിലും അതൊന്നും ഞങ്ങളുടെ സൗഹൃദത്തെ ബാധിച്ചിരുന്നില്ല. ദിച്ചുവേട്ടനുള്ള എൻ്റെ ഇഷ്ടം പ്രണയമാണെന്ന് തിരിച്ചറിയുന്നതും മുൻപേ ഞാൻ സ്വപ്നം കണ്ടിരുന്നു എൻ്റെ അപ്പുവേട്ടൻ്റെ പെണ്ണായി സച്ചി വരുന്നത്. ഒരിക്കൽ അപ്രതീക്ഷിതമായിട്ടാണ് അപ്പുവേട്ടൻ എന്നോട് ചോദിച്ചത്, സച്ചിയെ അപ്പുവേട്ടൻ്റെ പെണ്ണായി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നാലോ എന്ന്. അത് കേട്ടപ്പോഴേ ഞാൻ ഡബിൾ ഹാപ്പി. ആ സന്തോഷം ദിച്ചുവേട്ടനോട് പറയാൻ പോയപ്പോൾ തടഞ്ഞത് അപ്പുവേട്ടൻ തന്നെയാണ്. നമ്മുടെ അമ്മയുടെ കാര്യമൊക്കെ നിനക്കറിയാലോ മോളെ. ഇപ്പോഴേ ഒന്നും പറയാൻ നിൽക്കണ്ട. ഏട്ടൻ പഠിച്ച് ഒരു ജോലിയൊക്കെ വാങ്ങി സ്വന്തം കാലിൽ നിൽക്കട്ടെ, എന്നിട്ട് പറയാം സച്ചിയോട്. അതുവരെ ഇത് നീയും ഞാനും മാത്രമുള്ള സീക്രട്ട്. ദച്ചുവിനോട് പറയരുത്. സമയമാകുമ്പോൾ ഞാൻ തന്നെ പറയാം. പ്രോമിസ് ചെയ്യുക. പ്രോമിസ്. പിന്നീട് ഒരിക്കൽ സച്ചി തന്നെ എന്നോട് പറഞ്ഞു അവൾക്ക് അപ്പുവേട്ടനെ ഇഷ്ടമാണെന്ന്. അത് കേട്ടപ്പോൾ എനിക്കെത്ര സന്തോഷമായെന്ന് ഏട്ടനറിയുമോ? അപ്പുവേട്ടൻ പഠിപ്പിക്കുന്ന കോളേജിൽ തന്നെ അതേ വിഷയത്തിൽ ചേർന്നത് ഏട്ടനെ കാണാൻ വേണ്ടിയായിരുന്നു. അവർ അത്യാവശ്യം നല്ല ക്ലോസ് ആയിരുന്നു കോളേജിൽ. പെട്ടെന്നാണ് അപ്പുവേട്ടൻ്റെ സ്വഭാവം മാറിയത്. എന്നോട് സ്നേഹത്തോടെ മാത്രം സംസാരിച്ചിരുന്ന ഏട്ടൻ പിന്നീട് എന്തിനും ദേഷ്യമായി. സച്ചിയെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തു. ഒരിക്കൽ അവളോട് എന്തോ മോശമായി സംസാരിക്കുകയും ചെയ്തു. ആ സമയത്താണ് സിദ്ധുവേട്ടൻ ഞങ്ങളുടെ കമ്പനി ആയത്. സച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടായി ഏട്ടൻ. ഓരോ തവണയും അപ്പുവേട്ടൻ അവളെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുമ്പോൾ ആ വേദനയ്ക്ക് മരുന്നായത് സിദ്ധുവേട്ടനാണ്. പിന്നെ കോളേജിൽ വെച്ച് നടന്ന ഇഷ്യൂ, അമ്മയുടെ വാക്ക് കേട്ടു ഞാനും അവളിൽ നിന്ന് അകന്നു. അത്രത്തോളം സച്ചിയെ വെറുത്തു എന്ന് അപ്പുവേട്ടൻ പറഞ്ഞപ്പോഴും അവളുടെ കല്യാണത്തിന് ഏട്ടൻ്റെ വിഷമം ഞാൻ കണ്ടതാണ്. അടുത്ത ദിവസം തന്നെ എന്തോ മീറ്റിംഗ് എന്ന് പറഞ്ഞ് ഡൽഹിക്ക് പോവുകയും ചെയ്തു. പിന്നീട് ആ ദിവസം ഏട്ടൻ പറഞ്ഞത് എനിക്ക് വേണ്ടിയാണെന്ന്. എന്തിനാ ദച്ചുവേട്ട എൻ്റെ അപ്പുവേട്ടൻ അങ്ങനെ ചെയ്തത്? എവിടെയെങ്കിലും പോയി ജീവിക്കാമായിരുന്നല്ലോ സ്നേഹിച്ച പെണ്ണിനൊപ്പം. ഇതിപ്പോൾ ആരുമില്ലാത്തവനെ പോലെ ഒറ്റയ്ക്ക് ബാംഗ്ലൂരിൽ. സഹിക്കുന്നില്ല എനിക്ക്. എൻ്റെ ഏട്ടനല്ലേ. ചില പ്രണയങ്ങൾ അങ്ങനെയാണ് ആരു. ഈ ജന്മത്തിൽ കുഞ്ഞിയെ അവനെ വിധിച്ചിട്ടില്ലായിരിക്കും. സച്ചിയെ കൊല്ലുമെന്ന് മാത്രമാണ് പ്രതാപ് അങ്കിൾ പറഞ്ഞതെങ്കിൽ അവൻ നല്ല അന്തസ്സായി അവളെ വിളിച്ചിറക്കി കൊണ്ടുപോയേനെ. എന്നിട്ട് ആരും അറിയാത്ത ഒരിടത്ത് പോയി ജീവിച്ചേനെ. പക്ഷെ എന്നെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞതാണ് അവനെ എല്ലാത്തിൽ നിന്നും വിലക്കിയത്. മറ്റാരേക്കാളും പ്രതാപ് അങ്കിളിനെ അവനറിയാം. പണത്തിനു വേണ്ടി ആരെയും എന്തും ചെയ്യാൻ മടിക്കാത്ത ആള്. ആദ്യം അച്ഛനെ പോലെയല്ലേ നമ്മൾ അയാളെ കണ്ടിരുന്നത്. പക്ഷെ പിന്നീട് സിദ്ധു പറഞ്ഞ് ഞാൻ അറിഞ്ഞു അയാളുടെ ഓരോ ലീലാവിലാസങ്ങൾ. പണത്തിനു വേണ്ടിയാണെങ്കിൽ സച്ചിയെ അപ്പുവേട്ടൻ കല്യാണം കഴിക്കുന്നതല്ലായിരുന്നു നല്ലത്. അപ്പോൾ പിന്നെ ഒന്നും പുറത്തു പോകില്ലല്ലോ. അതെ, അതായിരുന്നല്ലോ അവളുടെ ആദ്യത്തെ പ്ലാനും. പക്ഷേ കുഞ്ഞിയുടെ അമ്മ വേറെയല്ലേ. അവളുടെ അമ്മ മോശപ്പെട്ട സ്ത്രീയായിരുന്നു. അങ്ങനെയുള്ളവരുടെ മകളെ തൻ്റെ മോൻ്റെ ഭാര്യയായിട്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞാണ് അവർ കല്യാണം വേണ്ട എന്ന് വെച്ചത്. ഇതൊക്കെ ഞാനൊരു ദിവസം യാദൃശികമായി അച്ഛൻ പറഞ്ഞറിഞ്ഞതാ. പിന്നെ അവളെ ഏതെങ്കിലും നല്ല ചെക്കൻ കിട്ടിയാൽ പിന്നെ സ്വത്തുക്കൾ അവന് കൂടി അവകാശപ്പെട്ടതല്ലേ. അങ്ങനെ അയാളുടെ തലയിൽ വന്ന പ്ലാനാണ് അവിഹിതം. അതിലവർ വിജയിച്ചു. പക്ഷെ ബുദ്ധി കൂടിയവർ അടുത്തു നിന്നവനെ തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ട് ഇന്ന് നിന്റെ അച്ഛൻ്റെ സ്വത്തും അവൻ്റെ കയ്യിലിരിക്കുന്നു. ശരിക്കും സച്ചിയുടെ അമ്മയല്ലല്ലോ, ചന്ദ്രനങ്കിൽ അല്ലേ മോശപ്പെട്ടവനാകേണ്ടത്. ഒരേ സമയം രണ്ട് സ്ത്രീകൾ. അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ലല്ലോ. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. അടുത്ത ആഴ്ച ഞാൻ ബാംഗ്ലൂർ പോകുന്നുണ്ട്. അപ്പുവിൻ്റെ അടുത്തേക്ക്. നീ അകത്തേക്ക് വാ. ഇനിയും ഇവിടെ നിന്ന് തണുപ്പ് കൊള്ളണ്ട. സിദ്ധു റൂമിലേക്ക് വന്നപ്പോൾ കാണുന്നത് കട്ടിലിൻ്റെ ഒരു സൈഡ് ചേർന്നിരിക്കുന്ന സാക്ഷിയാണ്. സച്ചു മോളെ, നിന്റെ കണ്ണേട്ടൻ വന്നടി.
ഇത് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് പോകാൻ പോയപ്പോഴാണ് ഒരു പൗഡർ ടിന്ന് വന്ന് പറന്നത്. കണ്ണേട്ടനല്ല, കിണ്ണേട്ടൻ. ഇറങ്ങിപ്പോടാ മാക്രി എൻ്റെ റൂമിൽ നിന്ന്. എനിക്ക് നിങ്ങളെ കാണണ്ട. ആ വഹിച്ചു പറഞ്ഞത് ശരിയാ. ആ കള്ളക്കണ്ണൻ്റെ ചിരി കണ്ടില്ലേ? സത്യം പറ മനുഷ്യ, നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ വേറെ ഭാര്യയില്ലേ? മുഴുവൻ ലിസ്റ്റ് തന്നിട്ട് ഈ മുറിയിലേക്ക് കയറിയാൽ മതി. സാക്ഷി പറഞ്ഞത് പെട്ടെന്ന് ഇവളിതെന്താ പറയുന്നെന്ന് അറിയാതെ സിദ്ധു നിന്നു. അകത്ത് കയറേണ്ട എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പുറത്തു തന്നെ നിൽക്കും. അല്ല മനുഷ്യ, മര്യാദയ്ക്ക് അകത്തേക്ക് വരുന്നോ അതോ ഞാൻ വടിയെടുക്കണോ? സാക്ഷിയുടെ ഡയലോഗെല്ലാം കേട്ട് ഇവൾ ഏതു മരുന്നാണ് രാവിലെ മാറിക്കഴിച്ചതെന്ന് വരെ ചെക്കൻ ചിന്തിക്കാതിരുന്നില്ല. കൂടുതൽ ആലോചിച്ച് ഇനി അമ്മാളുവിനെ ഇങ്ങോട്ട് വരുത്തേണ്ട കണ്ണാപ്പി. ഞാനാണ് പറഞ്ഞത് നിങ്ങൾക്ക് അവിടെ അണ്ടർഗ്രൗണ്ട് കണക്ഷൻ ഉണ്ടെന്ന്. അവളത് തമാശയിൽ എടുക്കുമെന്ന് എനിക്കും അറിയാം. പക്ഷേ ഇപ്പോൾ കണ്ണു നിറച്ചിരിക്കുന്നത് ഇത്ര ദിവസം കാണാത്തതിൻ്റെ വിഷമമാണ്. അത് ആ പാവത്തിന് ഇങ്ങനെയല്ലേ എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂ. ഓരോ ദിവസവും കാത്തിരിപ്പായിരുന്നു. പോയി കിട്ടാനുള്ളതെല്ലാം വാങ്ങി കൃതാർത്ഥനായിക്കോ. ഈ അനിയൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും. ചെവിയിൽ വന്ന് സീക്രട്ടായി പറഞ്ഞു വിച്ചുപോയതും സിച്ചു പണി പാളിയെന്ന പോലെ സാക്ഷിയെ നോക്കി. എന്നാൽ അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ കണ്ടപ്പോൾ അവനാകെ വല്ലാതെയായി. സച്ചു മോളെ, ഞാൻ മനഃപൂർവ്വമല്ല, നിന്നോട് പറഞ്ഞില്ലേ. പെട്ടെന്ന് കുറച്ച് തിരക്കുകൾ വന്നു. നീ എന്നൊന്ന് മനസ്സിലാക്കാൻ നോക്ക് സച്ചു, പ്ലീസ്. അതെ, ഞാനാണല്ലോ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ക്ഷമിക്കേണ്ടത്, കാത്തിരിക്കേണ്ടത്. എല്ലാം പെണ്ണിന് മാത്രം പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഞാൻ ഭൂമിദേവിയുടെ അനിയത്തിയൊന്നുമല്ല. എല്ലാം ഇങ്ങനെ ക്ഷമിക്കാനും സഹിക്കാനും കണ്ടില്ലെന്ന് നടിക്കാനും. ഞാനും പഠിക്കുന്നത് ബിസിനസ് റിലേറ്റഡ് കോഴ്സ് തന്നെയാണ്. എന്നോട് പറയാൻ പറ്റാത്ത എന്ത് കാര്യമാണ് കണ്ണേട്ടനുള്ളത്? ഞാൻ വിളിച്ചപ്പോഴെല്ലാം പറഞ്ഞതെന്താ, സമയമാകുമ്പോൾ നിന്നോടെല്ലാം പറയും. ഇപ്പം ഞാൻ ബിസിയാണ്, പിന്നെ വിളിക്കാമെന്ന് അല്ലേ? എന്നിട്ട് എന്നെ വിളിച്ചോ? അത്ര പറഞ്ഞപ്പോഴേക്കും സാക്ഷി നന്നായി കിതക്കാൻ തുടങ്ങി. ഒരു താങ്ങിനായി സിദ്ധു പിടിക്കാൻ ചെന്നതും അവൾ എതിർപ്പൊന്നുമില്ലാതെ അവൻ്റെ നെഞ്ചിലേക്ക് ഒതുങ്ങിക്കൂടി. ഇതിപ്പോൾ സ്ഥിരമുണ്ടല്ലോ. കുറച്ച് സംസാരിച്ച് കഴിയുമ്പോഴേക്കും ശ്വാസം മുട്ടൽ. ഹോസ്പിറ്റൽ പോകണോ? വേണ്ട, ഭാര്യയ്ക്ക് ഡേറ്റ് എടുത്തല്ലോ. പറ്റുമെങ്കിൽ ഇതുപോലെ ഒരു ബാംഗ്ലൂർ ട്രിപ്പ് കൂടി പോകാം. ഇവിടെ വഹിച്ചുണ്ടല്ലോ. എൻ്റെ പൊന്ന് സച്ചു, ഞാൻ പറഞ്ഞല്ലോ, അവിടെ എനിക്ക് അത്രത്തോളം പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിട്ടാണ് ഞാൻ നിന്നത്. അല്ലാതെ ഒരിക്കലും മനഃപൂർവ്വമല്ല. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ പോയത്, കൂടെ കിച്ചുവേട്ടനുണ്ടായിരുന്നല്ലോ. നിനക്ക് സംശയമുണ്ടെങ്കിൽ ചേട്ടനോട് ചോദിച്ചു നോക്ക്. സംശയത്തിൻ്റെ അല്ലായിട്ട, കൂടെ വേണമെന്ന് തോന്നി. വൈച്ചുവിനോടും പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഞാൻ കണ്ണേട്ടനെ അല്ലാതെ മിസ് ചെയ്തു. സോറി പൊന്നെ, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല, പ്രോമിസ്. നെറ്റിയിൽ നേർമയായി മുത്തി സിദ്ധു പറഞ്ഞതും സച്ചു ഒന്നുകൂടെ അവൻ്റെ നെഞ്ചിലേക്ക് ഒതുങ്ങിക്കൂടി.